അർജുൻ ഗ്രാമത്തിലേക്ക് വന്നു. ഒപ്പം അദ്ദേഹം തന്റെ മൊബൈൽ കൊണ്ടുവന്നു. മുത്തച്ഛൻ സ്നേഹം കാണിച്ചു, അധ്വാനം എന്താണെന്ന് പാഠം പഠിപ്പിച്ചു. രാഹുലിനോടൊപ്പം ചേർന്ന് മിൽ പൈപ്പ് ഓപ്പൺ ചെയ്തു. പായൽ പിടിച്ചിരിക്കുകയാണ്. അർജുൻ പറഞ്ഞു. തുള്ളി തുള്ളിയായി ദാഹം ശമിക്കപ്പെട്ടു. ചെടികളൊക്കെ വീണ്ടും അനങ്ങാൻ തുടങ്ങി. ഫോണിൽ കളിച്ച ഗെയിം വിട്ടിട്ട് അവിടെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അവൻ അറിഞ്ഞു. യഥാർത്ഥ ലോകം കണ്ട് മനസ്സ് നിറഞ്ഞു. അങ്ങനെ ഒരു വെക്കേഷൻ അവർ ആഘോഷിച്ചു. മുറിയിൽ പകൽ സമയത്ത് പോലും രാത്രി പോലെ ഇരുട്ടായിരുന്നു. കാരണം സ്ക്രീനൊക്കെ മൂടപ്പെട്ടിരുന്നു. അർജുൻ തന്റെ ബെഡിൽ ഇരിക്കുകയായിരുന്നു. അവൻ മൊബൈലിൽ കളിക്കുകയായിരുന്നു. അവന്റെ വിരലുകൾ സ്ക്രീനിൽ വേഗത്തിൽ ഓടുകയായിരുന്നു. പിന്നെ അവന്റെ മുഴുവൻ ശ്രദ്ധയും മൊബൈലിൽ മാത്രമായിരുന്നു. അപ്പോഴാണ് അവന്റെ അമ്മ മുറിക്കകത്ത് വന്നത്. അവർ 4 ദിശയിലേക്കും നോക്കി. അവർ ആ മുറിയുടെ അവസ്ഥ കണ്ടിട്ട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അവർ മുന്നിലോട്ട് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനൊക്കെ തുറന്നു വെച്ചു. അർജുൻ, ദിവസം മുഴുവനും ഇങ്ങനെ ഇരുട്ടുള്ള മുറിയിൽ ഇരുന്നുകൊണ്ടിരിക്കുമോ നീ? പുറത്തേക്ക് ചെന്ന് നോക്ക്, വെയിൽ എത്രത്തോളം വന്നിരിക്കുന്നുവെന്ന്. താഴെ ചെന്ന് നിന്റെ കൂട്ടുകാരോടൊപ്പം നിനക്ക് കളിച്ചുകൊണ്ട് വന്നൂടെ? മമ്മി പ്ലീസ്, പുറത്ത് ഒരുപാട് ചൂടായിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും വളരെ ബോറിംഗ്. എന്റെ എല്ലാ കൂട്ടുകാരും ഓൺലൈൻ ഗെയിംസ് ആടുന്നുണ്ട്. ഇപ്പോൾ ഈ മാച്ച് കഴിയാൻ പോകുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അമ്മേ. മായ അർജുനെ വളരെ വിഷമത്തോടെ നോക്കി. പിന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ അവർ പിടിച്ചെടുത്തു. ഇല്ല, ഇനി ഇതിന് ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ നിന്റെ വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. നീ ഈ ഫോണിന് അഡിക്റ്റ് ആകുന്നത് എനിക്ക് നോക്കിയിരിക്കാനാവില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ നാളെ തന്നെ ഗ്രാമത്തിലേക്ക് പോകാം. നിന്റെ മുത്തച്ഛൻ നിന്നെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണത്രേ. എന്ത്? ഗ്രാമത്തിലേക്കോ? മമ്മി, അവിടെ ശരിയായിട്ട് സിഗ്നൽ പോലും വരുന്നില്ല. ഞാൻ അവിടെ വന്ന് എന്താണ് ചെയ്യുന്നത്? അവിടെ വെയിലും പശുവും പക്ഷിയുമാണ് ഉണ്ടാവും. പ്ലീസ്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. വേഗം റെഡി ആയിക്കോ അർജുൻ. നമ്മൾ നാളെ രാവിലെ തിരിക്കുകയാണ്. അവിടെയാണ് നിനക്ക് യഥാർത്ഥ ലോകം കാണാനുള്ള വഴി കിട്ടുക. ഈ മൊബൈൽ സ്ക്രീനിന് പുറത്തുള്ള ലോകം കാണാൻ. മായ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. അർജുന് ഇക്കാര്യത്തിൽ ഒട്ടും തന്നെ സന്തോഷമില്ലായിരുന്നു. അടുത്ത ദിവസം ഒരു ബസ് ഗ്രാമത്തിലെ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു. അർജുനും മായയും ബസ്സിൽ നിന്നും താഴേക്കിറങ്ങി. ഗ്രാമത്തിലെ എല്ലാ ദിശയിലും പശ്ചിമ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നല്ല ഫ്രഷായ കാറ്റും വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അർജുൻ തോളത്തെ ബാഗോടുകൂടി വളരെ വിഷമത്തോടുകൂടി നിന്നു. പക്ഷെ മായയുടെ മുഖത്ത് ഗ്രാമത്തിലേക്ക് തിരികെ വന്നതിലുള്ള സന്തോഷം നന്നായി കാണാൻ സാധിച്ചു. അപ്പോഴാണ് രാഹുൽ തന്റെ സൈക്കിളിൽ അവിടേക്ക് വന്നത്. ഷടാ അർജുൻ, ആന്റി, ഞാൻ ഒരുപാട് സമയമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വരൂ, ആ ബാഗ് സൈക്കിളിൽ എടുത്ത് വെക്കൂ. ചേടാ രാഹുൽ, ഇവിടെ ഒരുപാട് വെയിലായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോൺ നോക്ക്, ഇവിടെ ഒരു നെറ്റ്വർക്കിലും സിഗ്നൽ കിട്ടുന്നേ ഇല്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ചേടാ ഇവിടെ നോക്ക്, ഇവിടെ നെറ്റ്വർക്കിന് ആവശ്യമേ ഇല്ല. ഇവിടെ പക്ഷികളുടെ ശബ്ദവും തണുപ്പായിട്ട് വരുന്ന കാറ്റ് മതിയാണ്. വരൂ, മുത്തശ്ശൻ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മാംഗോ ജ്യൂസ് റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അർജുൻ കാണാൻ വളരെ വിഷമത്തോടെയായിരുന്നു. പിന്നെ തന്റെ ബാഗ് രാഹുലിന്റെ സൈക്കിളിൽ വെച്ചു. അതിനുശേഷം അവർ ഒന്നിച്ച് വീട്ടിലേക്ക് നടന്നു. വീടിന്റെ വാതിൽക്കൽ മുത്തച്ഛൻ കയർ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ 3 പേരും വീട്ടിലേക്ക് ചെന്നത്. അവരെ കണ്ടതും മുത്തച്ഛൻ വല്ലാതെ സന്തോഷിച്ചു. അദ്ദേഹം ഉടനെ എണീറ്റ് അർജുനടുത്തേക്ക് വന്നു. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. സിറ്റിയിൽ നിന്ന് എന്റെ സിംഹം വന്നിട്ടുണ്ടോ? നീ ഒരുപാട് വളർന്നിട്ടുണ്ട് അർജുൻ. സിറ്റിയിൽ ഇരിക്കുന്ന കാറ്റ് നിന്നെ ഒരുപാട് ക്ഷീണിതനായിട്ട് മാറ്റിയിട്ടുണ്ട്. നമസ്കാരം മുത്തശ്ശ, ഞാൻ ഒരുപാട് ടയർഡായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വെയിൽ അധികമായിട്ടുണ്ട്. വെയിൽ അധികമായിട്ടുണ്ട് മോനെ. പക്ഷേ ഈ വീടിന്റെ ചുമരുകൾ മണ്ണ് കൊണ്ട് ചെയ്തതാണ്. അത് നിന്നെ തണുപ്പായിട്ട് വെച്ചിരിക്കും. പക്ഷേ ഒരു പ്രശ്നം മാത്രമുണ്ട്. ഒരു 2 ദിവസങ്ങളായിട്ട് നമ്മളുടെ വീട്ടിലുള്ള പൈപ്പുകളിൽ വെള്ളം വന്നിട്ടേ ഇല്ല. ഗ്രാമത്തിൽ കിണറിന്റെ നീരിന്റെ അളവും ഒരുപാട് താഴെ പോയിട്ടുണ്ട്. എന്തു പറ്റി അച്ഛാ? മോട്ടോർ റിപ്പയർ ആയി പോയോ? ഇല്ല, മോട്ടോർ ശരിയായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും അടയ്പ് ഉണ്ടായിരിക്കാം. ഞാൻ പ്ലംബറിനെ വർദ്ധിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് അടുത്ത ആഴ്ച മാത്രമാണ് വരാൻ പറ്റും. അതുവരെ നമ്മൾ ദൂരത്തിലുള്ള കിണറ്റിലാണ് വെള്ളം എടുക്കേണ്ടി വരും.
ദിവസവും കുളത്തിലേക്ക് ചെന്ന് വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞതും തന്നെ അർജുൻ ആകെ പേടിച്ചുപോയി. രാഹുൽ വേഗത്തെ അകത്ത് കൊണ്ടുപോയി വെച്ചു. എല്ലാരും അകത്ത് പോയി അല്പം ഒന്ന് ഫ്രഷായി. കുറച്ചു സമയത്തിന് ശേഷം അർജുനും രാഹുലും ഒരു മരത്തിനടിയിൽ ഇരുന്നു കൊണ്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അർജുൻ നെറ്റ്വർക്ക് എവിടെ കിട്ടുമെന്ന് തേടിക്കൊണ്ടിരുന്നു. പക്ഷേ രാഹുൽ ഒരു സൂചിയുടെയും കല്ലിന്റെയും സഹായം കൊണ്ട് തന്റെ ചെരുപ്പ് ശരിയാക്കുകയായിരുന്നു. രാഹുൽ, സത്യം പറയൂ, ശരിക്കും ഇവിടെ ഒരു സ്ഥലത്തും വൈഫൈ ഇല്ലേ? ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് വേണ്ടി ഒരു മുഖ്യമായ മെസ്സേജ് അയക്കണം. ഇവിടെ നോക്ക്, ഇവിടെ വൈഫൈ അല്ല ഹൈഫൈ ജീവിതമാണ് നടക്കുന്നത്. ഒരുപാട് അധ്വാനിക്കണം, നിമ്മതിയായിട്ട് ഉറങ്ങണം. അത് മാത്രമല്ലാതെ മുത്തശ്ശന് ഒരുപാട് ടെൻഷൻ ആയിട്ടുണ്ട്. നിന്നെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റുമോ? പൈപ്പിൽ ഏത് പ്രശ്നമാണെന്ന് നമ്മൾ ചിന്ത നോക്കണം. എനിക്ക് പൈപ്സിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് ആപ്സിനെ മാത്രമാണ് അറിയും. ഒരു പക്ഷേ എന്തെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ച് പൈപ്പ് ശരിയാക്കാം. ബുദ്ധി ഉപയോഗിക്കുക അർജുൻ. നീ സ്കൂളിൽ സയൻസ് പഠിക്കുന്നല്ലേ? എന്താ, ശരി വരൂ, ചെന്ന് നോക്കാം പൈപ്പിൽ എവിടെ ബ്ലോക്ക് ഉണ്ടെന്ന്. അർജുൻ വിഷമത്തോടെ തന്റെ മൊബൈൽ എടുത്ത് പോക്കറ്റിൽ വെച്ചു. പിന്നെ രാഹുലിന്റെ കൂടെ അവരുടെ വീടിന്റെ പുറകുവശത്തേക്ക് ചെന്നു. അവിടെയാണ് മെയിൻ പൈപ്പൊക്കെ ഉണ്ടായിരുന്നത്. രാഹുലും അർജുനും വീടിന്റെ പുറകുഭാഗത്തേക്ക് ചെന്നു. അവിടെയാണ് എല്ലാ പൈപ്പും ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഒരു ചെറിയ ടാങ്കിൽ നിന്നും വീടിനെ നോക്കി പോകുന്ന പഴയ ഇരുമ്പ് പൈപ്പ് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ നോക്ക്, ഇതോടെ ശബ്ദം നിന്നു പോയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇതുവരെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതിന് ശേഷം പോയിട്ടേ ഇല്ല. ഇരിക്കൂ, ഒരു പക്ഷേ തന്നെ ഇതോടെ നിന്ന് പോയാൽ പിന്നെ ഇതിന്റെ അടുത്തുള്ള പൈപ്പ് ഗാലിയായിട്ടുണ്ടാവണമല്ലേ? അർജുൻ മുന്നിലോട്ട് നടന്നു ചെന്ന് ആ പൈപ്പിൽ 2 തട്ട് തട്ടി. അതിലൊന്നുമില്ലാത്തതുപോലെ ഒരു ശബ്ദം കേട്ടു. നീ ശരിയാണ് പറയുന്നത്, ഈ പൈപ്പിലാണ് എവിടെയോ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ അടുത്ത് ഒരു ആലോചനയുണ്ട്. മുത്തശ്ശന്റെ അടുത്ത് ഒരു പഴയ ഉപ്പ് വെള്ളമുണ്ട്. അത് തുറുമ്പിനെ ശരി ചെയ്യും. നമ്മള് അത് ഉപയോഗിച്ച് നോക്കാം. രണ്ടുപേരും മാറി മാറി നോക്കി. എന്നിട്ട് മാറി മാറി ശരിയെന്ന് തല അനക്കി സമ്മതിച്ചു. ആ ക്ഷണം മുതൽ അർജുൻ ആദ്യമായി കുറച്ചു സമയത്തേക്ക് തന്റെ മൊബൈലിനെ കുറിച്ച് മറന്നുപോയി. കുറച്ചു സമയത്തിന് ശേഷം അർജുനും രാഹുലും വേഗം വേഗം തന്റെ മുത്തച്ഛന്റെ മുറിയിലേക്ക് ചെന്നു. അവരവിടെ ആയുധവും പിന്നെ ഉപ്പ് വെള്ളവും തേടാൻ തുടങ്ങി. പിന്നെ കുറച്ചു സമയത്തിനകം അവർ അതും കണ്ടെത്തി. അർജുൻ ഒരു റിഞ്ച് എടുത്തു. പിന്നെ രാഹുൽ ഉപ്പ് വെള്ളം കയ്യിലെടുത്തു. അവർ അത് എടുത്തുകൊണ്ട് പുറത്തു പോകാനിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് മുത്തച്ഛൻ ആ മുറിയിലേക്ക് വന്നു. എന്താണ് തേടുന്നത് കുട്ടികളെ? എന്തെങ്കിലും നിധി കിട്ടിയോ? മുത്തശ്ശ, പൈപ്പിൽ എവിടെയാണ് ബ്ലോക്ക് ഉണ്ടായെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ അത് ശരി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും, പക്ഷെ ഓർമ്മ വെച്ചോളൂ, കഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചേ പറ്റുള്ളൂ. ആവശ്യമില്ലാതെ അതിനെ തിരക്കണ്ട. അർജുനും രാഹുലും ശരിയെന്ന് തല അനക്കി സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. രണ്ടുപേരും ആ പൈപ്പ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. രാഹുൽ തുരുമ്പ് പിടിച്ച ആ പൈപ്പിലേക്ക് ഉപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചു. പിന്നെ അർജുൻ റിഞ്ച് കൊണ്ട് അത് ലൂസാക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാഹുൽ ആ പൈപ്പിനെ വളരെ സ്ട്രോങ് ആയി പിടിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് വേഗമായിട്ട് ചെയ്യൂ അർജുൻ, ഇപ്പോൾ ഇത് തിരക്കാൻ പോകുന്നുണ്ട്. ഇത് ഒരുപാട് ടൈറ്റ് ആയിട്ട് ഉണ്ട്. സിറ്റിയിൽ ഇരുന്നാൽ ഒരു കാൾ ചെയ്ത ഉടൻ തന്നെ പ്ലംബർ വന്നേക്കും. അവിടെ എല്ലാം ഒരുപാട് ഈസി ആയിട്ടുണ്ടാവും. ഈസി ആയിട്ട് ഇരിക്കുന്നത് നമ്മളെ ബലശാലിയായിട്ട് മാറ്റുന്നില്ല. നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ശരി ചെയ്താൽ അതിൽ കിട്ടുന്ന സന്തോഷം വേറാണ്. ഈ പരിശ്രമം കൊണ്ട് ഒരു വിധേന ആ പൈപ്പ് പതുക്കെ അനങ്ങാൻ തുടങ്ങി. പിന്നെ അത് ഓപ്പണായി. രണ്ടുപേരുടെ മുഖത്തും വിജയത്തിന്റെ സന്തോഷമുണ്ടായിരുന്നു. പൈപ്പ് മുഴുവനായി തുറന്നതിന് ശേഷം അത് നീങ്ങിയതും അതിനകത്ത് ചെറിയ ചെറിയ വേരുകൾ വളർന്നിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഇവിടെ നോക്ക്, ഈ കുപ്പകളാണ് മൊത്ത പൈപ്പിനെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. രണ്ടുപേരും ചേർന്ന് ആ പൈപ്പ് നന്നായി വൃത്തിയാക്കി. പിന്നെ ആ പൈപ്പ് വീണ്ടും ഒന്നിച്ചു ചേർത്തു. ഇപ്പോൾ വീണ്ടും വെള്ളം വരാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് അവരവിടെ നിന്നും തിരിച്ചുപോയി. പോകുമ്പോൾ അർജുൻ അവിടെ ഉണ്ടായിരുന്ന ഉണങ്ങിയ ചെടികൾ ശ്രദ്ധിച്ചു. അത് വെള്ളമില്ലാത്തത് കാരണം ഉണങ്ങി നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. രാഹുൽ, നമ്മൾ ഈ ചെടികൾക്ക് ഒരു നല്ല ഐഡിയ ചെയ്യാമോ? ഏത് ഐഡിയവാണ്? ഞങ്ങൾ എപ്പോഴും ബക്കറ്റിലാണ് വെള്ളം ഒഴിക്കുന്നു. ഇല്ല, ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട്. നമ്മളുടെ അടുത്തിരിക്കുന്ന പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ ഒരു ചെറിയ ഹോളിട്ട് അതിനെ ചെടികളുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം നേരായിട്ട് വേരിലേക്ക് പോവും. ഏതും വീണായിട്ടില്ല. അതിനെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയും.
ഇത് ശരിക്കും ഒരു നല്ല ഐഡിയ ആണ്. നമ്മളുടെ അടുത്ത് ഒരുപാട് പഴയ ബോട്ടിലുകളൊക്കെ ഉണ്ട്. രണ്ടുപേരും സ്റ്റോർ റൂമിൽ നിന്ന് വെള്ളം നിറഞ്ഞ ബോട്ടിലുകൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവരുടെ പണി അവർ തുടങ്ങി. അർജുൻ ആ ബോട്ടിലിന്റെ അടപ്പിൽ ചെറിയ ഓട്ടകൾ ഇടാൻ തുടങ്ങി. പിന്നെ രാഹുൽ ആ ബോട്ടിൽ നിർത്തിവെക്കാനായി അതിൽ മുളക്കമ്പ് കൊണ്ട് കെട്ടാൻ തുടങ്ങി. മുത്തച്ഛനും മായയും മുറിയിലിരുന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാഹുലും അർജുനും അവിടേക്ക് വന്നത്. അവരുടെ ഡ്രസ്സൊക്കെ വല്ലാതെ ചെളി പിടിച്ചിരുന്നു. പക്ഷെ അവരുടെ മുഖം മുൻപത്തെക്കാളും വളരെ പ്രകാശമായിരുന്നു. അയ്യോ, എന്താ ഇത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത്? അർജുൻ, നീ ആ ചെറുക്കനാണോ? രാവിലെ വെയിൽ കണ്ടതും പേടിക്കുമല്ലോ, അവനാണോ? മമ്മി, ഞങ്ങള് ആ പൈപ്പ് ശരി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങള് മൊത്ത തോട്ടത്തിലും വെള്ളമൊഴിക്കാനായിട്ട് ഒരു പുതിയ സിസ്റ്റം റെഡി ചെയ്തിട്ടുണ്ട്. എന്ത് നേരാണോ? ശരി, വരൂ ചെന്ന് നോക്കാം. 4 പേരും ഒന്നിച്ച് അവിടെ നിന്നും പുറപ്പെട്ടു. 4 പേരും വാതിൽക്കുള്ളുണ്ടായിരുന്ന പൈപ്പിനടുത്തേക്ക് ചെന്നു. അർജുൻ മുന്നിലോട്ട് ചെന്ന് പൈപ്പ് തുറന്നു. ആദ്യം ചെറിയൊരു കാറ്റ് ശബ്ദം കേട്ടു. അതിനുശേഷം ആ പൈപ്പിൽ നിന്നും നന്നായി വെള്ളം വരാൻ തുടങ്ങി. വന്നിട്ടുണ്ട്, വെള്ളം വന്നിട്ടുണ്ട്. എല്ലാരും ഒരുപാട് സന്തോഷിച്ചു. അർജുന്റെ മനസ്സിൽ അങ്ങനെ ഒരു സന്തോഷം കിട്ടി. ആ സന്തോഷം അവന് ഒരു വീഡിയോ ഗെയിമിലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇരിക്കൂ, ഇനിയും ഒരു കാര്യം ബാക്കിയുണ്ട്. വരൂ, പുറകിലുള്ള തോട്ടത്തിലേക്ക് പോവാം. അർജുൻ ഉടനെ വളരെ വേഗത്തിൽ വീടിന് പുറകിലേക്ക് ഓടി. മറ്റുള്ളവരും അവന്റെ പുറകെ എന്താണെന്ന് അറിയാനായി ഓടി. അർജുൻ അവിടെ ചെന്ന് മുത്തച്ഛനോടും മായയോടും ആ ഡ്രിപ്പ് ഇറിഗേഷന്റെ ഏർപ്പാട് അവൻ കാണിച്ചു. അതാണ് അവൻ രാഹുലിനോടൊപ്പം ചേർന്ന് ചെയ്തു വച്ചിരുന്നത്. ബോട്ടിൽ നിന്നും വെള്ളത്തിന്റെ തുള്ളികൾ പതുക്കെ പതുക്കെ നിലത്തൊലിക്കുകയായിരുന്നു. പിന്നെ ആ ചെടികൾ മുൻപത്തെക്കാളും വളരെ പശ്ചിമയോടെ നന്നായി കാണപ്പെട്ടു. നീ ഒരു കാര്യത്തിനെ സത്യമാക്കിയിട്ടുണ്ട്. അതായത് നിനക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അതിനെ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന്. മുത്തശ്ശ, എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്റെ ഫോൺ എനിക്ക് ലോകത്തിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അതിനെ ഉണരാൻ പറ്റില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു മോനെ. നിനക്ക് ബോറടിക്കുന്നില്ല? ബോറോ? മമ്മി, ഇപ്പോൾ ഞാൻ രാഹുലിനോടൊപ്പം ചേർന്ന് പഴയ കിണറ്റിലുള്ള പ്രശ്നങ്ങളെ ശരിയാക്കണം. ഞങ്ങള് നാളേക്ക് വേണ്ടി പ്ലാനും ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ടായിരുന്നു. അവർ ആ ക്ഷണം വല്ലാതെ സന്തോഷിച്ചു. അടുത്ത ദിവസം മുതൽ അർജുനും രാഹുലും കിണറിന്റെ മേൽഭാഗം ശരിയാക്കാൻ തുടങ്ങി. ഒപ്പം അവർ മല പിന്നെ വയലൊക്കെ ചുറ്റി നടന്നു. രാഹുൽ അർജുനെ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ അർജുൻ കൊക്കോയും കബഡിയും ഒക്കെ കളിച്ചു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇപ്പോൾ അർജുൻ വീണ്ടും തിരികെ പോകാനുള്ള സമയമെത്തിയിരുന്നു. അടുത്ത ദിവസം മായയും അർജുനും ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. രാഹുലും മുത്തച്ഛനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ശരിക്കും അതുപോലെ ഈ യാത്രയുടെ തുടക്കത്തിലുള്ളതുപോലെ രാഹുൽ അർജുന്റെ ബാഗ് തന്റെ സൈക്കിളിൽ വെച്ച് കൊണ്ടുവന്നു. അടുത്ത ലീവിലേക്ക് തീർച്ചയായിട്ടും വരണം അർജുൻ. ഇനിയും ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ, ഞാൻ വേഗം തന്നെ തിരിച്ചു വരുന്നു. പിന്നെ എല്ലാ ചെടികളെയും ശ്രദ്ധിച്ചു നോക്കണം. അടുത്ത കൊല്ലം അതിൽ വളരുന്ന പഴങ്ങൾ കഴിക്കാം. ഉടനെ രാഹുൽ അർജുനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവൻ മുത്തച്ഛന്റെ കാൽക്കൽ വീണ് അനുഗ്രഹവും വാങ്ങി. സന്തോഷമായിട്ടിരിക്കും മോനെ. ഓർമ്മയിൽ വെച്ചോ, നേരുള്ള വഴിയാണ് എപ്പോഴും നിനക്ക് സന്തോഷം തരാൻ പറ്റും. അർജുൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതിനിടയ്ക്ക് ബസ്സും വന്നെത്തി. മായയും അർജുനും ബസ്സിൽ കയറി. അവർ രണ്ടുപേരും മുത്തച്ഛനും രാഹുലിനും ടാറ്റ പറഞ്ഞു. കഥ ഇതോടുകൂടി അവസാനിച്ചു.